എന്തുകൊണ്ടാണ് ആ വ്യക്തി ആദ്യത്തെ പോലെ നിങ്ങളോട് സ്നേഹം കാണിക്കാത്തത്? ഇതൊരു ടറോട്ട് കാർഡ് റീഡിംഗ് ആണ്. മാത്രമല്ല ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല, റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക. പക്ഷേ ഇതൊരു ടൈംലെസ് വീഡിയോ ആണ്. നിങ്ങൾ എപ്പോൾ കണ്ടാലും ഇത് നിങ്ങൾക്ക് ബാധകമായിരിക്കും. എന്തുകൊണ്ടാണ് ആ വ്യക്തി ആദ്യത്തെ പോലെ നിങ്ങളോട് സ്നേഹം കാണിക്കാത്തത്? നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ കാർഡിലേക്ക് പോകാം. ആ വ്യക്തിക്ക് ഒരു ടെംപ്റ്റേഷൻ അഥവാ ദുർബോധനം, ആ വ്യക്തിക്കൊരു ദുർബോധനം ഉണ്ടാകുന്നുണ്ട്. ഒരു തരത്തിലുള്ള തെറ്റായ ഒരു ആകർഷണം ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കുന്നു. നിങ്ങളെ കൃത്യമായി സ്നേഹിച്ചിരുന്നൊരു വ്യക്തിയാണ്. എന്തുകൊണ്ടാണ് ആ വ്യക്തിക്ക് നിങ്ങളോട് പഴയ പോലെ സ്നേഹമില്ലാത്തത്, അല്ലെങ്കിൽ പഴയ പോലെ സ്നേഹിക്കാത്തത് എന്നതിനുള്ള ഉത്തരം കൃത്യമായ ആദ്യത്തെ കാർഡ് നൽകുന്നുണ്ട്. ചിലർ നിങ്ങൾക്കെതിരായി ആ വ്യക്തിയിൽ പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ ചിലർ നിങ്ങൾക്കെതിരായി ആ വ്യക്തിയുടെ അടുത്ത് പ്രവർത്തിക്കുന്നു. അവരുടെ ഈ നുണയും കിംവദന്തികളും ഒരുപക്ഷെ വ്യാജം ചമയ്ക്കലും, പലതരത്തിലവർ നുണക്കഥകൾ പറഞ്ഞുണ്ടാക്കുന്നു, ഊമക്കത്തുകൾ എഴുതുന്നു. അങ്ങനെ നിങ്ങൾക്കെതിരായിട്ട് അവർ നടത്തിയ വ്യാജമായ കാര്യങ്ങൾ അത് നിങ്ങൾക്ക് അനുഭവിച്ചപ്പോൾ, അവരുടെ ആക്രമണങ്ങൾ, അവരുടെ ആ കുതന്ത്രങ്ങൾ അനുഭവിച്ചപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വിഷമമുണ്ടായി. പക്ഷേ ഈശ്വരൻ വലിയ ശക്തിയാണ്, എല്ലാം കണ്ടറിയുന്നവനും കേട്ടറിയുന്നവനുമാണ്. ആരാരെ വഞ്ചിച്ചാലും ആരാരെ ചതിച്ചാലും അത് കൃത്യമായി അറിയും, അല്ലെങ്കിൽ അനുഭവിക്കും. നഷ്ടപ്പെടാനൊന്നുമില്ലാത്തത് സത്യസന്ധത പുലർത്തുന്നവർക്കാണ്. അവരെ സംബന്ധിച്ചൊന്നും നഷ്ടപ്പെടാനില്ല. കൃത്യമായി അവർക്ക് ഈശ്വരൻ അവരുടെ വഴി നൽകും. എന്നതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. എങ്ങനെയെങ്കിലും നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് വഴിതെറ്റിച്ച് നിങ്ങൾക്കും ആ വ്യക്തിക്കും കിട്ടുന്ന സന്തോഷങ്ങളെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ആ വ്യക്തിയുടെ ജീവിത ലക്ഷ്യം തന്നെ. ഒരുപാട് തരത്തിലുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാക്കുന്നു. ആ വ്യക്തിയെ നിങ്ങളിൽ നിന്നും അകറ്റാനാണ് ചിലർ ശ്രമിക്കുന്നത്. ആ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് അകറ്റി അതിൻ്റെ ലാഭം ഉണ്ടാക്കുക, നിങ്ങളെയും ആ വ്യക്തിയെയും സന്തോഷിപ്പിക്കാതിരിക്കുക. ഇത്തരം പ്രവൃത്തികളൊക്കെ ആയിട്ടാണ് ചിലർ നടക്കുന്നത്, ചിലർ ശ്രമിക്കുന്നത്. പക്ഷെ അതൊന്നും വിജയിക്കില്ല. ആത്യന്തികമായിട്ട് വിജയം നിങ്ങൾക്ക് തന്നെയായിരിക്കും. നിങ്ങളുടെ വിജയം ഉറപ്പുമാണ്. നിങ്ങളെ പരാജയപ്പെടുത്താൻ ആർക്കും കഴിയില്ല. നിങ്ങളുടെ ജീവിത ലക്ഷ്യം തേടി, നിങ്ങളുടെ ജീവിതത്തിൻ്റെ വഴികൾ തേടി വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് പോകാൻ കഴിയുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ ജീവിത ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കപ്പെടും. എല്ലാ പ്രതിസന്ധികളിലും എല്ലാ പ്രശ്നങ്ങളിലും നിങ്ങൾക്ക് ഉറച്ച തീരുമാനമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും. നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് വഴിതെറ്റിപ്പിക്കാൻ ശ്രമിക്കുന്നവരുടെ ശ്രമങ്ങൾ ഒരിക്കലും വിജയിക്കാൻ പോകുന്നില്ല. അവർ നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും അകറ്റുവാനായിട്ടുള്ള പല തന്ത്രങ്ങളും മെനയും, പക്ഷെ അതൊന്നും വിജയിക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ വിശ്വാസവും ട്രസ്റ്റും, നിങ്ങളെ ആ വ്യക്തി വിശ്വസിക്കുന്നതിൻ്റെ അളവും അത് നിങ്ങളെ ദൃഢപ്പെടുത്തിയിരിക്കും. നിങ്ങളെ ആ വ്യക്തി കൃത്യമായി വിശ്വസിക്കുകയാണ്, ശക്തമായി വിശ്വസിക്കുകയാണ്. നിങ്ങളെ ആ വ്യക്തി വിശ്വസിക്കുന്നതിൻ്റെ അപ്പുറത്തേക്കൊന്നും പോവുകയില്ല. വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. നിങ്ങളെ ആ വ്യക്തി വിശ്വസിക്കുന്നതിൻ്റെ കാരണം തന്നെ നിങ്ങളുടെ മൂല്യമാണ്, നിങ്ങൾ കാണിക്കുന്ന സത്യസന്ധത. അതാണ് മുൻപത്തെ പോലെ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കാതെ ആയ അവസ്ഥ ഉണ്ടാക്കിയത് ചിലരുടെ പ്രവർത്തനങ്ങളാണ്. അവർ നിങ്ങളെയും ആ വ്യക്തിയെയും തമ്മിൽ അകറ്റാൻ ശ്രമിക്കുന്നു. പക്ഷേ നിങ്ങളിലുള്ള വിശ്വാസം ആ വ്യക്തിക്ക് തിരിച്ചു കിട്ടുന്നു. ഈ കുതന്ത്രം നടത്തുന്ന നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും അകറ്റാൻ ശ്രമിക്കുന്ന, നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ശക്തികൾ പരാജയപ്പെടുകയും ആ വ്യക്തി നിങ്ങളിൽ അർപ്പിക്കുന്ന വിശ്വാസം വിജയിക്കുകയും ചെയ്യും. കൃത്യമായി അവരുടെ തന്ത്രങ്ങൾ നിങ്ങൾ അറിയും. മുമ്പ് നിങ്ങളെ അവർ വഞ്ചിക്കുകയായിരുന്നു, പറ്റിക്കുകയായിരുന്നു. അവർ ഉദ്ദേശിക്കുന്ന തലത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരുന്നു.
നിങ്ങൾക്ക് തകർച്ചയുണ്ടാക്കുന്ന രീതിയിൽ അവർ പെരുമാറുന്നു. പക്ഷേ ഇനി അവർക്കത് സാധിക്കില്ല. അവരുടെ എല്ലാ തന്ത്രങ്ങളും പൊളിയുന്നു, അവരുടെ എല്ലാ കുതന്ത്രങ്ങളും തകരുന്നു. നിങ്ങൾ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുന്നു. മാത്രമല്ല, ജീവിതത്തിൽ ആത്മവിശ്വാസത്തോടെ, ആത്മധൈര്യത്തോടെയും പോസിറ്റീവ് എനർജിയോടെയും മുന്നോട്ട് പോകാനുള്ള ശക്തി നിങ്ങൾക്ക് ലഭിക്കുന്നു. ആ ശക്തി നിങ്ങൾക്ക് നേതൃത്വപാഠവും വിജയവും നൽകുന്നു. നിങ്ങളെയും ആ വ്യക്തിയെയും വഞ്ചിക്കാൻ ശ്രമിച്ചവർ തകർന്ന് തരിപ്പണമാകുന്നു. അവർക്ക് യാതൊരു വിജയവും ഉണ്ടാകാൻ പോകുന്നില്ല. അവർ സ്വയമേവ തകരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. നഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് കിട്ടുന്നു, റിക്കവറി. നിങ്ങളിൽ നിന്നും ആ വ്യക്തി അടർത്തിയെടുക്കാൻ ശ്രമിച്ചവർക്ക് അവർക്ക് പരാജയം സംഭവിക്കുകയും ആ വ്യക്തിയെ മനസ്സിൽ ആത്മാർത്ഥമായി സ്നേഹിച്ച, ജീവിതത്തിൽ പോസിറ്റീവായിട്ട് കണ്ട നിങ്ങൾക്ക് വിജയം ഉണ്ടാകുകയും ചെയ്യുന്നു. ഒരാൾക്കും നിങ്ങളെ പരാജയപ്പെടുത്താൻ കഴിയില്ല. ആ വ്യക്തിയെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടുവെന്ന് നിങ്ങൾ വിചാരിച്ച സമയത്ത് നിന്നും ആ വ്യക്തിയെ നിങ്ങൾക്ക് നേട്ടമായി മാറുന്നു. അല്ലെങ്കിൽ നഷ്ടപ്പെടുത്താതെ നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ദൃഢബന്ധത്തെ ദൃഢമാക്കി മാറ്റുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് പോകാൻ കഴിയുന്നു. വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് എത്താൻ കഴിയുന്നു. നിങ്ങളെയും ആ വ്യക്തിയെയും തകർക്കാൻ ഈ ശക്തികൾക്കൊന്നും സാധിക്കില്ല. പോസിറ്റീവായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. നിങ്ങളെ തച്ചൊടക്കാനോ തകർത്തെറിയാനോ അവർക്ക് കഴിയില്ല. അവർ വിജയിക്കാതിരിക്കുകയും നിങ്ങൾ വിജയിക്കുകയും ചെയ്യും. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നിങ്ങൾക്ക് ഈശ്വരൻ ശക്തി നൽകുന്നൊരവസ്ഥ ഉണ്ടാകുന്നു. എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഈശ്വരൻ നിങ്ങളെ രക്ഷിക്കുന്നു. ആ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ തെറ്റിദ്ധാരണകളും മാറുന്നു. ആ വ്യക്തി നേരത്തെ സ്നേഹിച്ചതിൽ കൂടുതൽ, നേരത്തെ മനസ്സിലാക്കിയതിൽ കൂടുതൽ, നേരത്തെ നിങ്ങളെ അറിഞ്ഞതിൽ കൂടുതൽ നിങ്ങളെ അറിയാൻ ആ വ്യക്തിക്ക് കഴിയുന്നു. അങ്ങനെ നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധം ദൃഢപ്പെടുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ശക്തമാകുന്നത് കാണാൻ സാധിക്കും. നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധം ശാക്തീകരിക്കപ്പെടുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. എല്ലാ പ്രതിസന്ധികളിൽ നിന്ന് നിങ്ങൾക്ക് മറികടക്കാൻ കഴിയും. ഒരുപാട് പ്രശ്നങ്ങളും വെല്ലുവിളികളും നിങ്ങളെ ബാധിച്ചിട്ടുണ്ട്. അവയെ തോൽപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് വിജയത്തിൻ്റെ സോപാനത്തിലേക്ക് എത്താൻ കഴിയും. അവയെ തോൽപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ സാധിക്കും. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്തുകൊണ്ട്, എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയത്തിൻ്റെ ശ്രീകോവിലെത്താൻ കഴിയും. നിങ്ങളെ ഒറ്റപ്പെടുത്തിയ, നിങ്ങളെ അവഹേളിച്ച, നിങ്ങളെ മാറ്റി നിർത്തിയ ആളുകൾക്ക് മുന്നിലൂടെ ജീവിതത്തിൽ വിജയിച്ച് നിങ്ങൾക്ക് പോകാൻ സാധിക്കും. നിങ്ങൾ ആർക്കും തകർക്കാനോ നശിപ്പിക്കാനോ കഴിയില്ലെന്നും നിങ്ങൾ പോസിറ്റിവിറ്റിയുടെ പ്രതീകങ്ങളായി മാറുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. നിങ്ങളുടെ വിജയം ഏറ്റവും അടുത്തിരിക്കുന്നു. നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും അകറ്റി ആ സ്നേഹത്തിൽ കുറവ് വരുത്താൻ ശ്രമിച്ചവർക്ക് പരാജയം ഉണ്ടാകുന്നു. പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.